ബാറുകൾ തുറന്നുവെച്ച് ലഹരിക്കെതിരെ കൈകോർത്താൽ ജനം അവഗണിക്കുമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. KCBC മദ്യവിരുദ്ധ സമിതി, മുക്തിശ്രീ, പ്രതീക്ഷ മദ്യപാന രോഗ ചികിത്സാ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തലശ്ശേരിയിൽ നടന്ന പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. അതേസമയം മദ്യം ലഹരി തന്നെയാണെന്ന വസ്തുത സർക്കാർ മറക്കരുതെന്ന് KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന വക്താവ് ഫാദർ ചാക്കോ കുടിപ്പറമ്പിലും പ്രസ്താവിച്ചു. ബാറുകൾ തുറന്നുവെച്ച് ലഹരിക്കെതിരെ കൈകോർത്താൽ അതിലെ ആത്മാർത്ഥതക്കുറവ് സ്പഷ്ടമായതിനാൽ ജനങ്ങൾ അവഗണിക്കുമെന്ന് വ്യക്തമാക്കിയ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി സാഹചര്യം പ്രതികൂലമെങ്കിലും മദ്യവിരുദ്ധ പ്രവർത്തകർ പിന്നോട്ടു പോകരുതെന്നും ഈ കാലഘട്ടം മദ്യവിരുദ്ധ പ്രവർത്തകരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ വളരെ മതിപ്പോടെയാണ് വീക്ഷിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. KCBC മദ്യവിരുദ്ധ സമിതി, മുക്തിശ്രീ, പ്രതീക്ഷ മദ്യപാന രോഗ ചികിത്സാ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തലശ്ശേരിയിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. അതേസമയം മദ്യവും ലഹരിയാണെന്ന വസ്തുത സർക്കാർ മറക്കരുതെന്ന് KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന വക്താവ് ഫാദർ ചാക്കോ കുടിപ്പറമ്പിലും പ്രസ്താവിച്ചു. വർഷം തോറും 30,000-ലധികം പേർ മദ്യപാനം മൂലം ക്യാൻസർ രോഗികളാകുന്നുവെന്ന ലോകാരോഗ്യ സംഘടനയുടെ കണ്ടെത്തലിനെ സർക്കാർ വില കുറച്ചു കാണരുതെന്നും മദ്യലഭ്യത കുറച്ചുകൊണ്ട് ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ ആത്മാർത്ഥത സർക്കാർ കാട്ടണമെന്നും പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫാദർ മാത്യു കാരിക്കൽ, ഫാദർ അരുൺ മുണ്ടപ്ലാക്കൽ, TPR നാഥ്, സിസ്റ്റർ ജോസ് മരിയ CMC, ടോമി വെട്ടിക്കാട്ട്, മേരിക്കുട്ടി ചാക്കോ, തങ്കച്ചൻ കൊല്ലക്കൊമ്പിൽ എന്നിവരും പ്രസംഗിച്ചു. KCBC മദ്യവിരുദ്ധ സമിതി അതിരൂപതാ പ്രസിഡന്റ് ആന്റണി മേൽവട്ടം സ്വാഗതവും മുക്തിശ്രീ അതിരൂപതാ പ്രസിഡന്റ് ഷീനോ പാറയ്ക്കൽ നന്ദിയും പ്രകാശിപ്പിച്ചു. ഷിഗ്യാന ന്യൂസ്, കണ്ണൂർ.